നബി അലൈഹിസ്സലാം മലായിക്കിന്റെ ഗുരുനാഥനായി അവരോധിക്കപ്പെട്ടതും അള്ളാഹുവിങ്കൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരായതും തന്റെ സന്താനങ്ങളിൽ വരാനിരിക്കുന്ന പുണ്യതാരകത്തിനുള്ള ആദരവായിരുന്നു. ഭൂമിയെ മൊത്തവും കവർന്ന മഹാപ്രളയത്തിലും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ രക്ഷാനൗകയായി ഒഴുകി നടന്നതും മാസങ്ങൾക്ക് ശേഷം ആ കപ്പലുകാരും തിരിച്ചു ഭൂമിയിലേക്ക് ഇറങ്ങിയതും മുത്തു നബിയെ കൊണ്ടായിരുന്നു. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി തേനി ജംഗ്ഷൻ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നജ്മുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളും മഹല്ല് നിവാസികളും ഘോഷയാത്രയും വഴി കടന്നുവരികയാണ്. തക്ബീറിന്റെയും തഹ്ലീലിന്റെയും സ്വലാത്തിന്റെയും കീർത്തനങ്ങളോടെ മനോഹരമായ തബ്ബിന്റെയും സൗത്തിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടിയുള്ള ഘോഷയാത്ര ഇതാ പാതയോരങ്ങളിൽ തിങ്ങി നിറയുന്ന വിശ്വാസ മാനസങ്ങളുടെ അനുഗ്രഹാശീസുകളെ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ്. സമസ്ത ജീവജാലങ്ങൾക്കും ഉടമയായ ഏകദൈവത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ ലോകം മുഴുവനുമുള്ള അന്ധവിശ്വാസത്തിന്റെ ഇരുൾക്കോട്ടകൾ തകർത്തെറിഞ്ഞു സമസ്ത ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ഉടമാവകാശം പ്രഖ്യാപിച്ചു സകാത്ത് എന്ന നിർബന്ധ ദാനത്തിലൂടെ ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം തകർത്ത് കാറൽ മാർക്സിനും ലെനിനും മുമ്പേ സോഷ്യലിസത്തിന് നന്ദി കുറിച്ച വിപ്ലവകാരിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സാത്വികതയും തത്വജ്ഞാനവും സ്ഥൈര്യവും വിശ്വസ്തതയും വാചാലതയും അർപ്പണബോധവും വാഗ്വൈഭവവും വിജ്ഞാനവും പ്രയത്നശീലവും സഹനശക്തിയും അനുസരണബോധവും സമരോത്സുകതയും സ്വരമാധുരിയും സ്നേഹവും ആദരവും വിശുദ്ധിയും സംയമനവും സമഞ്ജസമായി സമ്മേളിച്ച ഉത്കൃഷ്ട ഗുണസമ്പന്നതയുടെ മൂർത്തിയും അദ്ഭാവമായിരുന്നു. നിസ്സഹായതയുടെ ഭാരമാനും യുവാക്കളും മദ്രസ വിദ്യാർത്ഥികളും അണിനിരക്കുന്നു. കർണാനന്ദകരമായ തക്ബീറിന്റെയും തഹ്ലീലിന്റെയും സ്വലാത്തിന്റെയും ഈരടികളോടെ നയനമനോഹരമായ ദഫിന്റെയും സ്കൗട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടിയുള്ള ഘോഷയാത്ര ഇതാ ഈ വഴിത്താര രംഗം
കണ്ട് അമ്പരന്നു. താൻ ഒട്ടേറെ സ്ത്രീകളുടെ ഈറ്റെടുക്കാൻ പോയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് കൈകൾ ചുരുട്ടിപ്പിടിച്ചും കരഞ്ഞുകൊണ്ടുമൊക്കെയായിരുന്നു. ഷിഫക്ക് ആശ്ചര്യമടക്കാനായില്ല. ഇതെന്താ ഇങ്ങനെ ജനിച്ചു വീഴുന്നത് തന്നെ ഇരുകയും നിരത്തൂന്നിക്കൊണ്ട്. പിന്നീട് നമ്മുടെ ശിരസ്കൻ ആകാശത്തേക്ക് ഉയർത്തുന്നു. എന്തൊരത്ഭുതം! കേട്ടവർക്കെല്ലാം അതിശയം. വാർത്ത മക്കയിൽ പരന്നൊഴുകാൻ താമസമുണ്ടായില്ല. സുന്ദരിയും സുമുഖിയുമായ ആമിന ബീവിയുടെ പ്രഥമ പ്രസവത്തിൽ ജനിച്ചു വീണ കുഞ്ഞിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിവരമറിഞ്ഞ അബ്ദുൽ മുത്തലിബും ഓടിയെത്തി. ഗർഭകാലത്ത് തന്നെ ബാപ്പ മരിച്ചതുകൊണ്ട് പിതാമകനായ അബ്ദുൽ മുത്തലിബായിരുന്നല്ലോ കാര്യങ്ങൾ നോക്കിയിരുന്നത്. പുന്നാര മകനെ വാരിയെടുത്ത് കാബയിലേക്ക് ഓടി. കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിച്ചു. മുഹമ്മദ് എന്ന് പേരിട്ടു. തിരിച്ചു വന്ന് ഉമ്മയെ ഏൽപ്പിച്ചു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നജ്മുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളും മഹല്ല് നിവാസികളും അണിയിച്ചൊരുക്കുന്ന ഘോഷയാത്ര ഈ വഴി കടന്നു വരികയാണ്. ശുഭ്രവസ്ത്രധാരികളായ മാലിന്യങ്ങളും കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും യുവാക്കളും മദ്രസ വിദ്യാർത്ഥികളും അണിനിരക്കുന്ന കർണാനന്ദകരമായ തക്ബീറിന്റെയും തഹ്ലീലിന്റെയും സ്വലാത്തിന്റെയും ഈരടികളോടെ നയന മനോഹരമായ ദഫിന്റെയും സ്കൗട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടിയുള്ള വർണ്ണശബളമായ ഘോഷയാത്ര ഈ രാജവീഥിയെ പുതുപുളകമണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും വിപ്ലവം കൊണ്ട് ലോകത്തിന് മാതൃകയാക്കി മാറ്റിയ ലോകൈക ഗുരുവാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മുത്തുനബിയോടുള്ള അനുരാഗ പ്രകാശത്തിലാണ് പേര് കേൾക്കുന്നത് പോലും ജനങ്ങൾ ഭയന്നിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു സ്നേഹത്തിന്റെ പര്യായമായത്, സാമൂഹ്യ സേവനത്തിന്റെ മാതൃകയായത്. ആ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യറബീഇന്റെ ആഹ്ലാദത്തിലാണ് വിശ്വാസി ലോകം. നേരിന്റെ തേര് തെളിച്ചു പോലുള്ള സമൂഹത്തെ സംരക്ഷിച്ച സത്യമൊത്ത് സൗഹൃദ ബോധ്യങ്ങളോടുകൂടിയുള്ള ഘോഷയാത്ര പാതയോരങ്ങളിൽ തിങ്ങി നിറയുന്ന വിശ്വാസി മാനസങ്ങൾക്ക് ആത്മഹർഷത്തിന്റെ പുതുപുളകം സമ്മാനിച്ചുകൊണ്ട് കടന്നു വരികയാണ്. നാളെ മുതൽ 4 ദിവസങ്ങളിലായി നജ്മുൽ ഹുദ ഫെസ്റ്റ്. നാളെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം തെരുവത്ത് നജാത്തുൽ ഇസ്ലാം സ്വലാത്ത് മജ്ലിസ്. മറ്റന്നാൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടിയും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ ആൻഡ് പാർക്ക് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. 19-ാം തീയതി കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം അബ്ദുൽ അസീസ് അഷ്റഫിയുടെ നേതൃത്വത്തിൽ മജ്ലിസ് നൂർ. 20-ാം തീയതി സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യുന്നു. നിറവും മണവും കൂട്ടിച്ചേർത്ത് വെച്ച അത്ഭുത പ്രതിഭാസമാണ്